ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻസിനിക്ലോപീഡിയ. സൂട്ടോപ്പിയ 2 2016 ഇറങ്ങിയ സൂട്ടോപ്പിയ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്റ്റ് സീക്വൽ ഫൈനലി 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിയേറ്ററുകളിലൊക്കെ റിലീസായിട്ടുണ്ട്. സോ ഫൈനലി ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയിട്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ അബൌട്ട് സൂട്ടോപ്പിയ 2. സോ ബൈറൺ ഹവാർഡ് ആൻഡ് ജാരഡ് ബുഷ് കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഡയറക്ടേഴ്സ് തന്നെയാണ് സെക്കൻഡ് പാർട്ടും ഡയറക്റ്റ് ചെയ്തത്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോഴും കാണാനുണ്ട്. സോ ഹൗ വാസ് ദ ഫിലിം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് സീക്വൽസ്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാഷയെ പറയുകയാണെങ്കിൽ ഇറ്റ്സ് സൂപ്പർ സീക്വൽ. ഇറ്റ്സ് ആൻ സൂപ്പർ സീക്വൽ. സോ സൂപ്പർ മാൻ, ഇറ്റ്സ് കിടിലൻ. കാരണം നമ്മുടെ സൂട്ടോപ്പിയ എന്ന് പറഞ്ഞ സിനിമ അത്രത്തോളം ഒരു ഐക്കോണിക് ഫിലിമാണ്. എല്ലാ ഏജ് ഗ്യാപ്പുകളുടെ ഇടയിലും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഗ്ലോബലി അക്ലെയിംഡ് ആയ, അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസ് ഒരു $1 ബില്യൻ്റെ മേലെ കളക്ഷൻ നേടിയൊരു ഡിസ്നിയുടെ തന്നെ വൺ ഓഫ് ദ ഓൾ ടൈം ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിംസിൽ ഒന്നാണ്, ആൻഡ് അക്ലെയിംഡ് ആനിമേറ്റഡ് ഫിലിംസിൽ ഒന്നാണ് സൂട്ടോപ്പിയ. സോ അതിനൊരു സീക്വൽ വരിക എന്ന് പറയുമ്പം കൺസേൺസ് ഒരുപാടുണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ വളരെ വലിയൊരു ഫാനാണ് സൂട്ടോപ്പിയ ഫസ്റ്റ് പാർട്ടിൻ്റെ. എത്ര തവണ എനിക്കത് ഒരു കംഫേർട്ട് ഫിലിമായിട്ട് ഞാൻ കണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. അതിൻ്റെ സീൻസ് എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിലാ ഒരു ക്യാരക്ടേഴ്സിനെ ഞാൻ എത്ര തവണ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ അത്രയും ഒരു ഡിസ്നിയുടെ ഒരു വൺ ഓഫ് ദ ജെം ഓഫ് ദ ഫിലിമായിട്ടാണ് സൂട്ടോപ്പിയ 1 എനിക്ക് അന്നും ഇന്നും എന്നും ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു സിനിമയുടെ സീക്വൽ എന്ന് പറയുമ്പം ഇവർ മണി ഗ്രാബിങ് അല്ല മണി മിൽക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡഡ് സാധനത്തിൻ്റെ പേരുപയോഗിച്ച് ചുമ്മാ പൈസ വാരാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു തട്ടിക്കൂട്ട് പടാവുന്നുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ റിവ്യൂസും പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ ഒരു തട്ടിക്കൂട്ട് സീക്വലല്ല, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഹാവ് സംതിങ് ഇൻ ഇറ്റ്. അത് തന്നെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ഡു ഹാവ് സംതിങ് ഇൻ ഇറ്റ്. ആൻഡ് അത് മറ്റൊന്നുമല്ല, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട അതേ ഒരു ഫൺ, അഡ്വഞ്ചർ ആൻഡ് ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു പാക്കേജ് ആൻഡ് ഇമോഷണൽ കണക്ഷൻ അതിനൊപ്പം വന്നൊരു പ്രോപ്പർ ബ്ലെൻഡ് ആയി വന്ന ഒരു പക്ക പാക്കേജ് തന്നെയാണ് ഈ സീക്വലും. ആൻഡ് അതേപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഐക്കോണിക്കായിട്ട് നമുക്ക് ഒരു ഐക്കോണിക് ഒരു പാർട്ട് തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ആദ്യ പാർട്ടിൻ്റെ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സാണ്. അതുപോലെ തന്നെ പുതിയ ക്യാരക്ടേഴ്സ് ആവട്ടെ പഴയ ക്യാരക്ടേഴ്സ് ആവട്ടെ ഈ സെക്കൻഡ് പാർട്ടിലും കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മുടെ മെയിൻ ലീഡ്സിനെ പറ്റി നമുക്ക് പറയാം. ജൂഡി ആൻഡ് നിക്ക്. ജൂഡി ദ ഫീമെയിൽ ബണി ആൻഡ് നിക്ക് ദ മെയിൽ ഫോക്സ്. ഇവർ രണ്ടാളും ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ കിടിലനായിട്ടുണ്ട്. ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ലൈവ് ആക്ഷൻ ക്യാരക്ടേഴ്സിനെ കളിച്ചില്ല. ലൈവ് ആക്ഷൻ ക്യാരക്ടേഴ്സിനെക്കാട്ടിലും ഫാൻ ബേസ് ഉള്ള 2 മുതലുകളാണ് ഇവർ. സോ ഇവരുടെ ഒരു കെമിസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ് അബവ് എവ്രിതിങ്. ഞാനിതിൻ്റെ ഫൺ ഫാക്റ്റൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ ഇവരുടെ ഒരു കെമിസ്ട്രി അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ കാത്തു നിന്ന് തന്നെ സീക്വലിന് അവരുടെ ഒരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ദേർ കെമിസ്ട്രി ഈസ് സോ 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 ഗുഡ് മാൻ. ഇവരൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലല്ല, ഒരു റൊമാൻസിലല്ലെങ്കിൽ പോലും മോർ ദാൻ ഒരു റൊമാൻറ്റിക് ഇത് കാണുമ്പോൾ ഒരു കോംബോ സീൻസൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ബട്ടർഫ്ലൈസാണ് എനിക്ക് ഇവരുടെ ഒരു സീൻസ് കാണുമ്പോൾ കിട്ടുക. ഒരു കുറുക്കനും മുയലുമാണ്, ആനിമേറ്റഡ് ക്യാരക്ടേഴ്സാണ്. സ്റ്റിൽ ദ ഓവർവെൽമിങ് കെമിസ്ട്രി ബിറ്റ്വീൻ ദം ഈസ് ടു ഗുഡ്. ഇപ്പോഴും അൺആൻസേർഡ് ആണ്. ഇവർ തമ്മിൽ ലവ് ആണോ ഇവർ തമ്മിൽ പ്രണയമാണോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ കെമിസ്ട്രി ഈസ് സംതിങ് പ്യുവർ, സംതിങ് സ്പെഷ്യൽ. ആൻഡ് ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതും കൂടുതൽ കോൺവെർസേഷൻ സീൻസും കൂടുതൽ നമ്മുടെ അതിനെപ്പറ്റി കൂടുതൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലാണ്. അതിൻ്റെ കുറേ സീൻസ് ഉണ്ട്. സോ അതെല്ലാം എത്ര മനോഹരമാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര ഇമോഷണലാണ് അബവ് എവറിത്തിങ്. സോ ബട്ടർഫ്ലൈ. സോ എത്ര കാലത്തോളം ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഉത്തരം, ആർ ദേ റിയലി ഇൻ ലവ് ഓർ നോട്ട് എന്നുള്ളത് പറയുന്നവരെ ഇവരെത്ര പാർട്ടിറക്കിയാലും ഞാൻ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി മൂത്ത് അതറിയാൻ വേണ്ടി മാത്രമായി തന്നെ തിയേറ്ററിൽ വന്ന എല്ലാ പാർട്ടും കാണുന്നതായിരിക്കും. പിന്നെ ഇവന്മാരുടെ ഇൻവെസ്റ്റിഗേഷനും ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ കിടിലൻ. നമ്മുടെ ജൂഡി സോ ക്യൂട്ട്, സോ പൂക്കി, സോ ഇന്നസെൻറ്റ്, സോ സ്മാർട്ട് ആസ് ഓൾവേസ്. പിന്നെ നിക്ക് സോ കൂൾ, സോ കറേജസ്, സോ സ്മാർട്ട്, സോ കണ്ണിങ്. നമ്മുടെ ഒരു രംഗണ്ണൻ സെറ്റപ്പാണ്. ഉള്ളിൽ കുറേ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കൂൾ ആറ്റിറ്റ്യൂഡ്, എല്ലാവരുടെയും ജോളി വൈബിൾ ആറ്റിറ്റ്യൂഡ് പിടിച്ച് നിൽക്കും. അതേ ഒരു ക്യാരക്ടർ ആർക്ക് തന്നെയാണ് ഈ പ്രാവശ്യവും കിട്ടിയത്. അപ്പോൾ ഇവർ രണ്ടാളും ആസ് യൂഷ്വൽ ഹാർട്ട് ഓഫ് ദ ഫിലിം. പിന്നെ ഷക്കീരയുടെ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട്, ഷക്കീര സിംഗർ.
സോ പുള്ളിക്കാരത്തിൻ്റെ സോങ്ങും ഇത്തവണയുണ്ട്, അതും കിടിലനായിട്ടുണ്ട്. വൈബാണ്, യൂട്ടോപ്പിയൻ വൈബ്. പിന്നെ ബാക്കി അല്ലാത്ത ക്യാരക്ടേഴ്സ്, ഇത്തവണത്തെ കഥ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ അതേ സ്റ്റോറി പാറ്റേൺ ആണ്. ഇവർ രണ്ടുപേരും ഒരു ക്രൈം സോൾവ് ചെയ്യുന്നു, പിന്നെ ഇന്നസെൻ്റ് ആയ കുറച്ച് മൃഗങ്ങൾക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യുന്നു. ഇത്തവണ എന്ന് പറയുന്നത് പാമ്പുകളാണ്. സോ സൂട്ടോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ ജീവികളെയും ജന്തുക്കളെയും കണ്ടിട്ടുണ്ടെങ്കിലും പാമ്പുകൾ കാണാനില്ല. കാരണം പാമ്പുകൾ എന്തേ അപ്പോൾ സൂട്ടോപ്പിയയിൽ ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ പാമ്പുകൾ സൂട്ടോപ്പിയയുടെ ഹിസ്റ്ററി, സൂട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനിൽ തന്നെ ഒരു വളരെ പ്രൊമിനൻ്റ് റോളുള്ള ഒരു സ്പീഷീസ് ആയിരുന്നു സ്നേക്സ്. പക്ഷേ ആ സ്നേക്സിനെ ചതിയിലൂടെ നമ്മുടെ പേർഷ്യൻ ക്യാറ്റ്സൊക്കെ പോലെ കുറച്ച് ഒരു 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 എന്താ പറയുക, ബൾക്കി ഒരു കുറച്ച് പൂച്ചകളെ ഒരു വർഗ്ഗമുണ്ട്. അവർ ഇങ്ങനെ ഈ പാമ്പുകളെ ചതിച്ച് അവർ ഡോമിനൻസ് കയറി പാമ്പുകളെ സൂട്ടോപ്പിയയുടെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ള മിസ്റ്ററി അത് സോൾവ് ചെയ്യുന്നതും, പിന്നെ ആ ഒരു കൂട്ടത്തിലെ പാമ്പുകളുടെ കൂട്ടത്തിലൊരു പാമ്പിന് തൻ്റെ ആൻസസ്റ്റേഴ്സിൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുക, ഈ ഒരു പാമ്പിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് ഇത്തവണത്തെ പ്ലോട്ട്. സോ അതിനെ സംബന്ധിച്ചുള്ള അഡ്വഞ്ചർ ട്വിസ്റ്റുകൾ, മെയിൻ ട്വിസ്റ്റൊക്കെ ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് കിടിലനായ വർക്കായിട്ടുണ്ട്. സോ റൈറ്റിംഗ് ഒക്കെ സെറ്റാണ്. സോ ആ ഒരു ജേണി, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ സൈഡ് ക്യാരക്ടേഴ്സിനും മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഇമോഷണൽ എന്താ പറയുക, നേച്ചറും കാര്യങ്ങളും അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫൺ സ്ക്രീൻ പ്ലേ ഒക്കെ പറക്കുന്ന സ്ക്രീൻ പ്ലേ ആണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു എൻ്റർടൈനിങ് ഉള്ള സ്ക്രീൻ പ്ലേ ആണ്. അതിനൊപ്പം ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് ഇമോഷൻസും ഇതൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് ഒരു ക്യാരക്ടേഴ്സിനും എല്ലാത്തിനും എല്ലാ ഒരു രീതിയിലും ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ജസ്റ്റിഫൈങ് സീക്വൽ. ഫസ്റ്റ് പാർട്ട് ഈസ് ആൻ ആബ്സല്യൂട്ട്ലി പാക്ഡ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ്. അത്ര ഒരു പീക്ക് ലെവൽ, ഒരു ഐക്കോണിക് ലെവലായി മാറാനുള്ളൊരു ഈ സീക്വലിന് ഇല്ലെങ്കിൽ പോലും ഒരു സീക്വലിൻ്റെ രീതിയിൽ മിൽക്കിങ് എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടെ അല്ലാണ്ട് വന്ന് ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായ ഒരു ഹാർട്ട് ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, അതിൻ്റെ ഫൺ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിച്ചൊരു ബ്യൂട്ടിഫുൾ സീക്വൽ ആയിട്ടാണ്, ജസ്റ്റിഫൈങ് സീക്വൽ അബവ് ഓൾ ആയിട്ടാണ് എനിക്ക് സൂട്ടോപ്പിയ 2 തോന്നിയത്. പിന്നെ ക്യാരക്ടേഴ്സൊക്കെ ഒന്നിനൊന്ന് മെച്ചം. നമ്മുടെ സൈഡ് ക്യാരക്ടേഴ്സ് പുതിയതും പഴയതുമായിട്ടുണ്ട്. ആൻഡ് മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് പഴയ സൈഡ് ക്യാരക്ടേഴ്സിന് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് പഴയ സൈഡ് ക്യാരക്ടേഴ്സിനെ മെയിൻ ഫോക്കസ് ആക്കിയില്ല. കുറച്ച് സെക്കൻഡ്സ് അവരെ കാണിച്ച് പോകുന്നതല്ലാണ്ട്, കുറച്ച് മിനിറ്റ്സ് അവരെ കാണിച്ച് പോകുന്നതല്ലാണ്ട് കംപ്ലീറ്റ്ലി പുതിയ സൈഡ് ക്യാരക്ടേഴ്സിന് അവരുടെ സ്റ്റോറീനെയാണ് ഫോക്കസ് ചെയ്തത്. സോ അതൊരു ഡയറിങ് അറ്റംപ്റ്റ് ആണ്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പുതിയ സൈഡ് ക്യാരക്ടേഴ്സൊക്കെ നന്നായിട്ടുണ്ട്. ആൻഡ് പഴയ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ പുതിയ ഇതിൽ നമ്മുടെ പാമ്പ്, അവരുടെ ആ ഒരു വർഗ്ഗം, പിന്നെ ഈ പൂച്ചകളിൽ കുറേ ഇത്, പിന്നെ അല്ലാണ്ട് കുറേ കോമഡി പറയാൻ വരുന്ന കുറേ ടീംസ് ഉണ്ട് പുതിയ ക്യാരക്ടേഴ്സായിട്ട്, അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പഴയ ക്യാരക്ടേഴ്സിൽ നമ്മുടെ ഇഡ്രിസ് എൽബയുടെ ബഫല്ലോ, ഇവരുടെ ഈ ഒരു പോലീസുകാരുടെ ഈ യൂട്ടോപ്പിയയിലെ കോപ്സിൻ്റെ ഒരു ഹെഡ്, പുള്ളിക്കാരൻ നന്നായിട്ടുണ്ട്. പുള്ളിക്കാരനുള്ള ആ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, കുറച്ച് നേരമാണെങ്കിലും പോലും. പിന്നെ നമ്മുടെ തൂക്കുന്ന നമ്മുടെ മച്ചാൻ, ദ ഫാസ്റ്റസ്റ്റ് റൈഡർ, ദ ഫാസ്റ്റസ്റ്റ് ബീയിങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് യൂട്ടോപ്പിയ, സ്ലോത്തണ്ണൻ്റെ ഒരു എൻട്രി ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഈ സിനിമേൻ്റെ ഒരു വൈബിൽ സ്ലോത്തണ്ണൻ എന്ന ക്യാരക്ടർ മറന്നു തന്നെ പോയി. സ്ലോത്ത് ഫസ്റ്റ് പാർട്ടിലെ മാൻ ഓഫ് ദ മാച്ചാണ് എനിക്ക് ആ സിനിമയിൽ. അത്രത്തോളം എന്നെ ചിരിപ്പിച്ച്, അത്രത്തോളം സിനിമ തൂക്കിയടിച്ച ഒരു ഷോ സ്റ്റീലറാണ് സ്ലോത്ത് ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറെ മറന്നു തന്നെ ഇരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇവർക്കൊരു സ്ഥലത്ത് വേഗത്തിലെത്തണം. അപ്പം സൂട്ടോപ്പിയയിൽ ഏറ്റവും സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇവരെത്തിക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ഹൈപ്പ് കൊടുത്തൊരു ഇൻട്രഡക്ഷൻ കൊടുത്ത് എനിക്കത് ആരാന്ന് പ്രോസസ്സ് ചെയ്യാൻ സമയം തന്നില്ല. അപ്പോഴേ അണ്ണൻ്റെ ഒരു ഷോട്ട് ഉണ്ട്, അണ്ണൻ്റെ എൻട്രി. സത്യം പറഞ്ഞാൽ ഞാൻ പോയ തിയേറ്ററിൽ കുറച്ച് കപ്പിൾസും കുറച്ച് ആകെ 5-6 ആളുള്ളൂ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പാക്ഡ് തിയേറ്റർ എങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കൂവി അലറി വിളിച്ചേനെ. പീക്ക് ഗൂസ് ബംസാണ്. അവെഞ്ചേഴ്സ് സിനിമയിലൊക്കെ ക്യാമിയോ ഒക്കെ വരില്ല, അതുപോലത്തെ ഒരു പീക്ക് ഗൂസ് ബമ്പാണ് കിട്ടിയത്. അത്രത്തോളം ഒരു ഐക്കോണിക് ക്യാരക്ടറാണ്. സോ സ്ലോത്തണ്ണൻ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഉള്ള നേരം വന്ന് തൂക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രായക്കാർക്കും പറ്റിയ സിനിമയാണ് ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ. കാരണം എല്ലാ പ്രായക്കാർക്കും അവരുടെ രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ബേസിക്കായിട്ട് വരുന്നത് ഒരു ഓവർ വെൽമിങ് ആയിട്ട് ഒരു ഫീൽ ഗുഡ്, ഒരു ഫൺ കോമഡി അഡ്വഞ്ചർ ആക്ഷൻ അനിമേറ്റഡ് ലൈറ്റ് ഹാർട്ടഡ് ഫിലിം തന്നെയാണ്. അതെല്ലാ പ്രായക്കാർക്കും ആ ഒരു രീതി കണ്ടാൽ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ ചെറിയ കുട്ടികൾക്ക് ആണ് മെയിൻ ഫോക്കസ്. അതുകൊണ്ട് അവരെ കാണിക്കാനുള്ള അവരുടെ 3D പരിപാടികളും ഈ മുയലും ഈ എന്താ പറയുക കുറുക്കനും ആനയും പൂച്ചയും പഴുതാരയൊക്കെ ഉള്ള സാധനങ്ങളും 3D ഒക്കെ ആയി വരുമ്പോൾ കുട്ടികൾക്കത് മതി. പിന്നെ വലിയവർക്ക് അവരുടെ രീതിയിൽ ഇതിന് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ കൂടുതൽ ഇമോഷണൽ ഡെപ്തും അത്രയും ബ്യൂട്ടിഫുൾ ഡയലോഗ്സും വെയിറ്റുള്ള ലൈൻസും അതുപോലെ തന്നെ ഒരുപാട് മെറ്റാ റെഫറൻസുകളുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടില്ലേ കുറേ ഡിസ്നിയുടെ തന്നെ ടാങ്കിൾഡ്, ബിഗ് ഹീറോ 6 ഒക്കെ പോലുള്ള സിനിമകളിലെ ഈ സൂ ഒരു വേർഷനിൽ വരികയാണെങ്കിൽ പേരൊക്കെ മാറിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനത്തെ കുറേ റെഫറൻസ് കോമഡികൾ. പിന്നെ കുറേ സിനിമകൾക്ക് ഹൊമാജ് കൊടുക്കുന്നുണ്ട് റിയൽ ലൈഫിൽ, അതൊക്കെ നൈസായിട്ടുണ്ട്. ഈ സിനിമ OTT ഇറങ്ങിയ കുറേ ഈസ്റ്റർ എഗ്സും കുറേ
റെഫറൻസുകളൊക്കെ ചൂണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അത്രത്തോളം ഈസ്റ്റർ എക്സ് പാക്ഡ് ഒരു ഫിലിമാണ്. ആൻഡ് അതിൽ ഒന്നെടുത്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പം ഒരു സ്നോ നിറഞ്ഞ സ്ഥലത്ത് ഒരു മെയ്സ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ചേസിങ് സീനുണ്ട്. അതിലൊരു എക്സാക്റ്റ് ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ഷൈനിങ് സിനിമയുടെ ക്ലൈമാക്സിൽ ആ ഒരു സീൻ ഓർമ്മ വരും. ജാക്ക് നിക്കൽസൻ്റെ ആ ഒരു സീനില്ലേ, ഒരു മെയ്സിൻ്റെ അകത്തുള്ള ഒരു ഹൈ സ്നോ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരന് മറ്റേ ഒരു ഇത് പിക്കാസോ പോലത്തെ ഒരു ആക്സോ എന്തോ പിടിച്ചിങ്ങനെ പോകുമ്പോൾ ആ ഒരു സീനിൻ്റെ ഒരു സാധനം വന്നപ്പോൾ എനിക്ക് അപ്പോഴേ ഇൻസ്റ്റൻ്റ്ലി എനിക്ക് ഈ ഷൈനിങ്ങിൻ്റെ റെഫറൻസ് കാണിച്ചത്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ 3D എന്ന് പറയുന്നത് സ്കാമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ 3D ഓക്കെ, അവിടെ ഇവിടെയൊക്കെ ഓക്കെ, മോശമാണെന്നില്ല 3D. പക്ഷേ 3D എടുത്തു വരുന്ന കുറച്ച് സീൻസേ ഉള്ളൂ. അല്ലാണ്ട് 3D ഒക്കെ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പേരിനും പൈസ ഇതാക്കാനുമാണ്. പിന്നെ ഈ സിനിമ ഞാൻ കാണാൻ ഒരു ആഴ്ച ലാഗ് അടിക്കാൻ കാരണം എന്ന് പറയുന്നത് ഒന്നാമത് ആനിമേഷനാണ്. പിന്നെ മെയിൻലി ഈ സിനിമ ഫസ്റ്റ് പാർട്ട് കണ്ടവരും കുട്ടികളാണ് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ്. അല്ലാത്ത അഡൾട്ട്സിനൊന്നും സിനിമ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ബുക്കിംഗ് കുറവായതുകൊണ്ട് ഞാൻ എയിം ചെയ്ത എല്ലാ ഷോയും കഴിഞ്ഞ ആഴ്ച ക്യാൻസൽ ആയി പെട്ടതായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ പോയിട്ട് ആൾ കൂടുകയാണ് കൂടട്ടുള്ള രീതിയിൽ പോയപ്പം ഭാഗ്യത്തിന് ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ 2 ആളുള്ളൂ. അവിടെ പോയപ്പോൾ 5 ആളൊക്കെ കൂടി 8 ആൾ ടോട്ടലായി. 8 ആളൊന്നും ഉണ്ടല്ലോ, 7 ആളൊക്കെ ഉള്ളതുകൊണ്ട് ഷോ അവർ റൺ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ OTT കാണേണ്ടതായിരുന്നു. സോ ആനിമേഷൻ സിനിമയാണെന്ന് വെച്ചിട്ട് ഇവരാരും ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ തിയേറ്ററിൽ ഇടിച്ച് കയറും. പിന്നെ മലയാളികൾ ഇവിടെ പോയില്ലെങ്കിലും ഇന്ത്യയിൽ ആൾ കയറിയില്ല, ഒരു കുഴപ്പമില്ല. ആ പടം അടിച്ച് തൂക്കുകയാണ് ഗ്ലോബലി. ഇത് ബോക്സ് ഓഫീസിൽ ചൈനയിൽ എൻഡ് ഗെയിം 6 വർഷം മുന്നേട്ട ഫസ്റ്റ് ഡേയിൽ ഇറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമയുടെ 100 മില്യൺ എന്നുള്ള ആ ഒരു ഇതിനൊക്കെ ക്രോസ് ചെയ്യാൻ 6 വർഷത്തിന് ശേഷം ഈ ഒരു പടം തന്നെ വേണ്ടി വന്നു. സോ സൂട്ടോപ്പിയ സ്കില്ലിങ് ഒരു ബോക്സ് ഓഫീസ് 5 ദിവസം കൊണ്ട് 500 മില്യൺ ഒക്കെ കയറിയിട്ട് ഫസ്റ്റ് പാർട്ട് ഈസിലി 1 ബില്യൺ കയറിയാണ്. അപ്പോൾ ഇത് 2 ഈസിലി 1 ബില്യൺ അല്ലെങ്കിൽ $1 ബില്യൺ ക്ലബിൽ കയറും. ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്നതാണ് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്താലും അവിടെ തൂക്കേണ്ടത് തൂക്കും. സോ ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് ആനിമേറ്റഡ് ഫിലിംസ് ആൻഡ് സൂട്ടോപ്പിയ 2 ഈസ് വിന്നിങ് ഹാർട്ട്സ് ആൻഡ് ബോക്സ് ഓഫീസ് ബോത്ത് അറ്റ് ദ സെയിം ടൈം. പിന്നെ ഡയറക്ടേഴ്സൊക്കെ അവരുടെ ക്വാളിറ്റി വീണ്ടും കാണിച്ചിട്ടുണ്ട്. ഈ 2 ഡയറക്ടേഴ്സാണുള്ളത്. അതിലൊരു ഡയറക്ടർ ടാങ്കിൾഡും ബോൾട്ടൊക്കെ ചെയ്ത പുള്ളിക്കാരനാണ് അതുപോലെ. സോ അതിൻ്റെയൊക്കെ ക്വാളിറ്റി കാണാനുണ്ട്. മ്യൂസിക്കും കിടിലനായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ആൻഡ് നോ. വലിയൊരു ഗ്രാൻഡ് തവണ ആനിമേഷനൊക്കെ മറ്റേ ഈ ഫ്രെയിംസും ഒക്കെ റിച്ച് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. ബഡ്ജറ്റ് കൂടുന്നതിനനുസരിച്ച് ആനിമേഷൻ്റെ ക്വാളിറ്റിയും കൂടിയിട്ടുണ്ട്. സോ അതൊക്കെ പിന്നെ കുറേ മ്യൂസിക്കും കുറേ ആക്ഷൻ സീൻസൊക്കെ വരുമ്പോഴുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഡോൾബിയിൽ തന്നെ അറിഞ്ഞാലാണ് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുക. സോ ആ ഒരു വൈസ് നോക്കുകയാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് അല്ലെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 3D ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ എല്ലാവർക്കും ആക്കാൻ പറ്റുന്നില്ല. കാരണം 3D ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മസ്റ്റായി ഡിമാൻഡ് ചെയ്യുന്ന അവതാറൊക്കെ വെറും 2 ആഴ്ചക്കുള്ളിൽ വരാനുള്ളൂ. സോ എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റിയെന്ന് വരുന്നില്ല. ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങളിത് OTT കണ്ടാലും കുഴപ്പമില്ല. ബട്ട് തിയേറ്റർ കണ്ടുകൊണ്ട് ഞാൻ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ അബൌട്ട് ദിസ് ഫിലിം. നമ്മുടെ സൂട്ടോപ്പിയ 2 ഇസ് എ റിയലി ലൈറ്റ് ഹാർട്ടഡ് ഫണ്ണി ഫസ്റ്റ് പാർട്ടിൻ്റെ അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫീൽ ഗുഡ് ആൻഡ് വെരി എൻഗേജിങ് ആൻഡ് വെരി എൻ്റർടൈനിങ്, വെരി ഫണ്ണി ആൻഡ് കോമഡിയൊക്കെ ഉള്ള ഒരു കിടിലൻ ഫാമിലി എൻ്റർടൈനറും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാവുന്ന ഒരു കിടിലൻ പാക്കേജ് ആൻഡ് ജസ്റ്റിഫൈങ് സീക്വൽ. സോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് മറ്റൊരു സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വരുന്നവർ. ഇറ്റ്സ് മീ ജോൺ ഫ്ലിക്സ് സൈനിങ് ഓഫ് ഫ്രം എൻസിക്ലോപീഡിയ.